പുസ്തകങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആകെ മലയാളം സെക്കൻഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് കാരണം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മിഡ് ടേം എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അത് കാരണം നോട്ട്സ് കുറേ ഉണ്ട്, എഴുതാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ടൈം BS കിട്ടിയില്ല, സെക്കൻഡ് ടൈം BS കിട്ടിയില്ല. കിട്ടാത്തവർ ബാക്കിയുള്ളവരൊന്ന് ടെക്സ്റ്റ് കിട്ടിയവരൊന്ന് ടെക്സ്റ്റ് വാങ്ങിയിട്ട് ബാക്കിയുള്ളവർ എല്ലാ പാടവും ഫോട്ടോ കോപ്പി എടുക്കാനാണ് സാർ പറയുന്നത്. ഇംഗ്ലീഷ് മാത്രമേ കിട്ടിയുള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് വേറെ ഒന്നും കിട്ടിയില്ല. 1 ലക്ഷം പുസ്തകങ്ങൾ ജൂലൈ 20-നകം പൂർത്തീകരിച്ച് സ്കൂളുകളിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. മറവി പലപ്പോഴും ചിലർക്കൊക്കെ ഒരു ആശ്വാസമാണ്. അങ്ങനെയാകുമ്പോൾ ഓർമ്മപ്പെടുത്തൽ നല്ലൊരു സാമൂഹ്യ ഇടപെടലാണ്. പാഠപുസ്തകങ്ങളില്ലാതെ കുട്ടികൾ പഠിച്ച കാലം, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് പഠിപ്പിച്ച കാലം, അങ്ങനെയൊരു കാലം ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ആയിരുന്നു 2011 മുതൽ 2016 വരെയുള്ള കാലം, ഒരു UDF ഭരണകാലം. പാഠപുസ്തക അച്ചടി സർക്കാർ പ്രസ്സിൽ നിന്ന് മാറ്റി സ്വകാര്യ പ്രസ്സുകൾക്ക് കൈമാറി കോടികൾ തട്ടുക എന്നതായിരുന്നു ലക്ഷ്യം. കുട്ടികളുടെ ഭാവി തുലാസിലാക്കി പോക്കറ്റ് നിറച്ച ഭരണാധികാരികളെയാണ് 2011 മുതൽ 2016 വരെ കേരളം കണ്ടത്. ഫോട്ടോസ്റ്റാറ്റ് പാഠപുസ്തകം വെച്ച് പഠിച്ച സംസ്ഥാനമാണ് ഈ കേരളം എന്നുള്ള കാര്യം ഓർമ്മിക്കണം. ജൂൺ മാസം 1-ാം തീയതിയാണല്ലോ സ്കൂൾ തുറക്കുന്നത്. 1.5 മാസങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ പാഠപുസ്തകം കൊടുക്കുകയാണ് സാർ. 1.5 മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് ആവശ്യമായ യൂണിഫോം എറണാകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ ഈ രൂപത്തിൽ പാഠപുസ്തകവും ഉച്ചഭക്ഷണവും സൗജന്യ അരിയും അതുപോലെ യൂണിഫോം കൊടുക്കുന്ന ഒരു സംസ്ഥാനം അവർക്ക് ചൂണ്ടിക്കാണിക്കാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടോ സാർ? അത് ചൂണ്ടിക്കാണിക്കണ്ടേ? നമുക്ക് ഓർമ്മയുണ്ട്, ചില ഘട്ടങ്ങളിൽ പുസ്തകത്തിന് വേണ്ടി കുട്ടികൾ വല്ലാതെ കാത്തിരുന്നത്, മറ്റു മാർഗങ്ങൾ തേടിയത്. ഇപ്പോൾ പുസ്തകമുണ്ടോ എന്ന ഒരു വേവലാതി കുട്ടിക്കുണ്ടാകുന്ന പ്രശ്നമില്ല. അതൊരു പഴയ കാലമായിപ്പോയി. അത് തീർത്തും മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൽ നാം കാണേണ്ടത്, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. പക്ഷേ വിചാരിക്കേണ്ടതുപോലെ വിചാരിക്കണമെന്ന് മാത്രം. മുമ്പുള്ള വിദ്യാഭ്യാസ ചരിത്രം പരിശോധിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ കുറവുകളിലൊന്ന് സമയത്ത് പാഠപുസ്തകം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പോർഷൻ തീർക്കാൻ പറ്റില്ല, ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ട് പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കണം എന്നതിൻ്റെ ഒപ്പം തന്നെ പാഠപുസ്തകങ്ങൾ റെഗുലറായിട്ട് കൊടുക്കുക, കൃത്യസമയത്ത് കൊടുക്കുക. അത് യഥാർത്ഥത്തിൽ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് കൊടുക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം. അവിടേക്കാണ് എത്തിച്ചേരാൻ കഴിഞ്ഞത്. 2016 മെയ് മാസത്തിൽ അധികാരമേറ്റ 1ാം പിണറായി സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളുടെ കയ്യിലെത്തിക്കുക എന്നതായിരുന്നു. UDF സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും വലിയ പോരായ്മ പരിഹരിക്കുക. അതിൽ പിണറായി സർക്കാർ വിജയിച്ചു. താറുമാറായ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെ 1ാമത്തെ ലക്ഷ്യം പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കുക എന്നതായിരുന്നു. കേന്ദ്ര സർക്കാർ പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ബദലുയർത്താൻ കേരളത്തിനായി. പുരോഗമനപരവും ശാസ്ത്രീയവുമായ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി കേരളം സംസ്ഥാന സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരിച്ചു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കി. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. NCERT വെട്ടിമാറ്റിയ പാഠപുസ്തകങ്ങൾ പ്രത്യേകം പുസ്തകങ്ങളാക്കി വിദ്യാർത്ഥികൾക്ക് നൽകി. പരീക്ഷയിൽ ചോദ്യങ്ങളായി ഉൾപ്പെടുത്തി. അക്കാഡമിക് നിലവാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 8ാം ക്ലാസ്സിൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഈ വർഷം മുതൽ 5 മുതൽ 9 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സബ്ജക്റ്റ് മിനിമം പരിപാടി നടപ്പിലാക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് സ്കൂള് ഒരടയാളമാണ്. 2011-16 കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ അടയാളം.
നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന കാലം. ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വിദ്യാലയങ്ങൾ പൊളിച്ചു കൊടുക്കുന്ന കാലം. ഇന്ന് മലാപ്പറമ്പിൽ കാണുന്ന വിദ്യാലയം മറ്റൊരടയാളമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എങ്ങനെ മാറി എന്നുള്ളതിൻ്റെ അടയാളം. കേരളത്തിലെ വിദ്യാലയങ്ങളെ പിണറായി സർക്കാർ എങ്ങനെ മാറ്റി എന്നുള്ളതിൻ്റെ അടയാളം. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാനാണ് വന്നത്. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചർമാരുമെല്ലാം പറഞ്ഞു തന്ന കഥയാണ്. കഥ വേറെ ഒന്നുമല്ല, എൻ്റെ സ്കൂളിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ്. 120 വർഷത്തിലധികം പഴക്കമുണ്ട് എൻ്റെ സ്കൂളിന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 2014 ഏപ്രിൽ 10 രാവിലെ കുട്ടികളും അധ്യാപകരും വന്നപ്പോൾ സ്കൂൾ പൊളിച്ച നിലയിലായിരുന്നു. ബെഞ്ചും ഡെസ്കും എല്ലാം തകർത്തിരുന്നു. JCB ഉപയോഗിച്ചാണ് സ്കൂൾ തകർത്തത്. കുട്ടികൾ കരഞ്ഞു. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും സമരം ചെയ്തു. അന്നത്തെ സർക്കാരിനെ സമീപിച്ചു. സർക്കാർ ഒന്നും ചെയ്തില്ല. സ്കൂൾ അടച്ചു പൂട്ടാനായിരുന്നു അവർ പറഞ്ഞത്. കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എങ്ങനെയാണ് നഷ്ടത്തിലാണെന്ന് പറയുന്നത്? എങ്ങനെയാണ് അടച്ചു പൂട്ടുന്നത്? 2016 ഈ നാടിൻ്റെ പോരാട്ടം വിജയിച്ചത്. സർക്കാർ മാറി. പിണറായി മാമൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സ്കൂൾ അടച്ചു പൂട്ടുന്നില്ല എന്ന് പറഞ്ഞു. കോടതിയിൽ പോയി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കാൻ ഉത്തരവ് വാങ്ങി. അങ്ങനെയാണ് മലാപ്പറമ്പ് AUP സ്കൂൾ ഗവൺമെന്റ് UP സ്കൂളായി മാറിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വലിയ സ്കൂൾ കെട്ടിടമുണ്ട്, നല്ല ക്ലാസ് മുറിയുമുണ്ട്, നല്ല അധ്യാപകരുമുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം എങ്ങനെ മാറി എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇന്നത്തെ കാലത്തും ഈ വിദ്യാലയം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പഠിച്ച പുതുപ്പള്ളിയിലെ സ്കൂൾ ഇവിടെയായിരുന്നു. എന്നാൽ സ്കൂൾ ഇന്ന് ആകെ മാറി. പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികളിൽ നിന്നും പുരോഗതിയിലേക്കെത്താൻ LDF എത്തേണ്ടി വന്നു. ആയിരത്തി 1917 തുടങ്ങിയ സ്കൂളാണ്. ഉമ്മൻചാണ്ടി തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്കൂൾ. കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കാലപ്പഴക്കത്തിൽ സ്കൂളിൻ്റെ അവസ്ഥ മോശമായി. സ്കൂളിൻ്റെ മുൻ അവസ്ഥയെപ്പറ്റി ഹെഡ് മാസ്റ്റർ പറയുന്നത് ഇങ്ങനെ: ചെറിയ കെട്ടിടങ്ങളിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൂടാതെ ഇവിടെ ഈ പ്രദേശം തന്നെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന മേഖലയായിരുന്നു. സ്കൂളിൻ്റെ അവസ്ഥ പലതവണ സ്ഥലം MLA കൂടിയായ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്കൂളിൻ്റെ അവസ്ഥ കാണിച്ച് സ്കൂൾ അധികൃതർ കത്തും നൽകി. എന്നിട്ടും പഠിച്ച സ്കൂളിന് വേണ്ടി 1 രൂപ അനുവദിക്കാൻ ഉമ്മൻചാണ്ടിക്ക് മനസ്സ് വന്നില്ല. 50 വർഷക്കാലം പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടിക്ക് ആ കാലഘട്ടത്തിലൊന്നും 1 രൂപയുടെ വികസന പ്രവർത്തനം പോലും ആ സ്കൂളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. സ്കൂൾ കൂടുതൽ ജീർണിച്ചും വിദ്യാർത്ഥികൾ കൂടുതൽ കൊഴിഞ്ഞു പോവുകയും ചെയ്തു. ഒടുവിൽ സ്കൂളിന്റെ അവസ്ഥയറിഞ്ഞ് ഇടത് സർക്കാരാണ് 5 കോടി രൂപ മുടക്കി സ്കൂളിന് പുതിയ കെട്ടിടമൊരുക്കിയത്. 50 ക്ലാസ് മുറികൾ, ഓരോ ഗ്രൂപ്പിനും ലാബുകൾ, വിശാലമായ ലൈബ്രറി, അങ്ങനെ സ്കൂൾ ആകെ മാറി. ഈയിടെ സർക്കാരിൻ്റെയും ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയും എല്ലാ സഹായത്തോടു കൂടെ, പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഇത്ര നല്ല ബിൽഡിംഗ് തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ ഈ സ്കൂൾ ഉയരുവാനിടയായി തീർന്നു.
ഉയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാണ് നവകേരളം പ്രിയ കേരളം. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കിയ കാലമാണ് LDF ഭരണകാലം. തകർന്നു വീഴാറായ കെട്ടിടങ്ങൾ, ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികൾ, ശുചിത്വമില്ലാത്ത ശുചിമുറികൾ, പരാധീനത മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാലം മാറി. ഹൈടെക് വിദ്യാലയങ്ങളുടെ കാലമാണിത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച വിദ്യാലയങ്ങളുടെ എണ്ണം 588. 400-ലധികം വിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. 1516 പ്രീ പ്രൈമറി വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. 45,000 ക്ലാസ് മുറികളെ ഹൈടെക് ക്ലാസ് മുറികളാക്കി. ചെള്ളുകലർന്ന അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് പല സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത്. പാചകപ്പുരയിൽ ശുചിത്വമേ ഇല്ലാത്ത അവസ്ഥ. വാട്ടർ ടാങ്കിൽ മരം കിളർത്തിട്ടും ആരും കണ്ടില്ല. പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിൽ കുറവ്. ഉള്ളതിന് തന്നെ വൃത്തിയില്ല. ഉച്ചക്കഞ്ഞി വിതരണം മുടങ്ങിയിട്ട് ആഴ്ചകളായി. PTA സഹായധനം ഉപയോഗിച്ചും മിച്ചമുണ്ടായിരുന്ന പഴയ അരി ഉപയോഗിച്ചുമാണ് പല സ്കൂളുകളിലും ഇപ്പോൾ ഉച്ചക്കഞ്ഞി വിതരണം തുടരുന്നത്. മലപ്പുറം ടൗണിലെ കോട്ടപ്പടി ഗേൾസ് ഹൈസ്കൂളിൽ ഒരു മാസം 2000 കിലോ അരി ലഭിക്കേണ്ടിടത്ത് ഈ മാസം ലഭിച്ചത് 400 കിലോ അരി മാത്രമാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥ വകുപ്പ് മന്ത്രിയുടെ നാട്ടിലെ സ്കൂൾ കുഞ്ഞുങ്ങളെയാണ് ഉച്ചപ്പട്ടിണിക്കിരയാക്കുന്നത്. മറന്നുപോയോ ഉച്ചക്കഞ്ഞിയുടെ ദുരവസ്ഥ? നിങ്ങൾ കണ്ട കാഴ്ചകൾ UDF കാലത്തിൻ്റെതാണ്. കഞ്ഞിയും പയറുമാണ് ഭക്ഷണം. അതുതന്നെ മുടങ്ങും. ഉച്ചഭക്ഷണത്തെ ആശ്രയിച്ചു വരുന്ന കുട്ടികൾ പലപ്പോഴും പട്ടിണിയിൽ. എന്നാൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാഴ്ചകൾ മാറി. ഈ കാഴ്ചകൾ തന്നെയാണ് മാറ്റത്തിൽ വന്ന തെളിവ്. മന്തിയാന്ന് വെച്ചാൽ ഇപ്രാവശ്യം മുതൽ വെറൈറ്റികൾ ഉണ്ടാകുന്നുണ്ട്. എഗ് ഫ്രൈഡ് റൈസ്, മുട്ടക്കറി, ചിക്കൻ കറി, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞോളം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കഴിഞ്ഞോളത്തേനെക്കാട്ടിയും അധികം ഇപ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. മന്തി നല്ല രസമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെയും കാട്ടി ഈ വർഷം നമുക്ക് എഗ് ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, മുട്ടക്കറി എല്ലാം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചിക്കൻ കറി മെല്ലെ ഇപ്പോൾ 3 ആഴ്ചയിൽ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി ഈ പദവി കൊണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് അതിനേലും കാട്ടി നല്ല നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. അടിപൊളി. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ആക്കാൻ ഇതല്ലേ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കെല്ലാം താങ്ക് യു. അടിപൊളി ഭക്ഷണമാണ്. ഞങ്ങൾ സ്കൂളിൽ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കലുണ്ട്. ഒരു കൂട്ടം ഫ്രൈഡ് റൈസ് ആക്കി, ഇടക്കിടക്ക് ചിക്കൻ കറി ആക്കും, പായസലാക്കലുണ്ട്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശത്തിലുണ്ട്. ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ, കൂട്ടുകറി, കുറുമ നൽകുന്നു. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ്, മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, പാൽ ഉപയോഗിച്ച് ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമായും വളരുന്നത് ബ്രെയിനാണ്. ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ
ഭക്ഷണം നൽകുക എന്നുള്ളൊരു സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിൻ്റെ മെനു ഒക്കെ പരിഷ്കരിച്ച് മെച്ചപ്പെട്ട ഭക്ഷണം ആക്കി മാറ്റി. രണ്ടായിരത്തി 14-15 എന്ന് വെച്ചാൽ UDF സർക്കാരിൻ്റെ കാലത്ത് സ്കൂളുകളുടെ എണ്ണം 12,675. 2023-24 പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തിനിടെ സ്കൂളുകളുടെ എണ്ണം 12,948. അത് വർധനവാണ്. ഈ അധ്യയന വർഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 40,906 കുട്ടികളുടെ വർധനവ്. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 2013-14 UDF സർക്കാരിൻ്റെ കാലത്ത് 0.27%. 2022-24 പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് 0.08% കുറഞ്ഞു. ഇത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഇക്കാര്യം എടുത്തു പറയുന്നു. 1ാം ക്ലാസ്സിൽ ചേരുന്ന 99.5% കുട്ടികളും 10ാം ക്ലാസ് വരെ പഠനം തുടരുന്നു. 90% കുട്ടികളും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. ദേശീയ തലത്തിൽ ഒന്നിച്ചേരുന്ന കുട്ടികളിൽ 62.9% മാത്രമാണ് 10ാം ക്ലാസ്സിലെത്തുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ വർഷം നടത്തിയ ദേശീയ പഠന സർവേയിൽ കേരളം ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി കണ്ടെത്തി. നമ്മുടെ ഭരണഘടന വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ ഭരണഘടന ഭേദഗതിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ബോധപൂർവം നടത്തുമ്പോൾ ഭരണഘടനയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തി. വിദ്യാകിരണം വഴി 47,673 ലാപ്ടോപ്പുകളും ഹൈടെക് പദ്ധതി വഴി 16,500 ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. 2000 സ്കൂളുകളിലായി 7,000 റോബോട്ടിക് ലാബുകൾ സജ്ജീകരിച്ചു. 29,000 റോബോട്ടിക് കിറ്റുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി ഹെൽത്ത് കാർഡ് നടപ്പാക്കി. ഒളിമ്പിക്സ് മാതൃകയിൽ മാനുവൽ പരിഷ്കരിച്ച് സ്കൂൾ കായികമേള പുനഃസംഘടിപ്പിച്ചു. അത്ലറ്റ്സും ഗെയിംസും ഒരേ സമയം സംഘടിപ്പിച്ചത് സ്കൂൾ കായികമേളയുടെ മികവ് വർദ്ധിപ്പിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളെ മേളയുടെ ഭാഗമാക്കി. ബാക്ക് ബെഞ്ച് വിദ്യാർത്ഥി എന്ന് പഴി കേൾക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇനിയതാ ബാക്ക് ബെഞ്ച് തന്നെ ഇല്ലാതാകുന്നു. ക്ലാസ് മുറികൾ അടിമുടി മാറുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആധുനികവൽക്കരണം പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് പഠനവും ഇതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലയും തകർത്ത UDF സർക്കാരിന് പരീക്ഷ പോലും സമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് നോക്കിയിരുന്ന കുട്ടികൾക്ക് കിട്ടിയത് മാർക്ക് രേഖപ്പെടുത്താത്ത മാർക്ക് ലിസ്റ്റ്. പാസ്സായ വിദ്യാർത്ഥികളെ പിന്നീട് തോൽപ്പിക്കൽ. ഇങ്ങനെ ആകെ കുത്തഴിഞ്ഞ ഒരു UDF വിദ്യാഭ്യാസ കാലം. ഇതാണ് കഴിഞ്ഞ ദിവസം നടന്ന SSLC സാമൂഹ്യശാസ്ത്രം പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്തത് ഈ ചോദ്യപേപ്പറാണ്. 4 പേജുള്ള ചോദ്യക്കടലാസിന്റെ 4ാം പേജിൽ അവസാന ചോദ്യത്തിന് താഴെ പൂർണ്ണവിരാമത്തിന് പകരം അച്ചടിച്ചത് ചന്ദ്രകലയും നക്ഷത്രവും 3 തവണ. പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിന് കുറവ്, ഉള്ളതിന് തന്നെ വൃത്തിയില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ട ഗതികേടും നഗരപരിധി വിട്ടുള്ള സ്കൂളുകളിൽ കണ്ടെത്തി. 300ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. ഇത്രയും പേർക്ക് ആകെയുള്ളത് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള 8 ടോയ്ലറ്റുകൾ. നീണ്ട ക്യൂ നിന്ന് കാര്യം സാധിക്കേണ്ട ഗതികേടിലാണ് ഈ കുട്ടികൾ. ഇത് കേരളം, നവകേരളം. കലോത്സവങ്ങൾ എല്ലാ കാലത്തും നടക്കാറുണ്ട്. എന്നാൽ എല്ലാ കാലത്തും നടക്കുന്നത് പോലെ അല്ല. പിന്നെന്താണ് വ്യത്യാസം എന്നല്ലേ? അതിനുള്ള ഉത്തരമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ. സിയ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. എന്റെ ശരീരം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് ശമനം മരണമായാൽ എന്നുവരെ ഞാൻ ഉമ്മയോട് പറയും. എന്നാലും പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം.
വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച സിയ ഫാത്തിമ മന്ത്രിക്കെഴുതിയ കത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കത്ത് കയ്യിൽ കിട്ടിയതും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ചരിത്ര പ്രഖ്യാപനം. രാവിലെ 11 മണിക്ക് വേദി 17 അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ സിയ ഫാത്തിമ ഓൺലൈനായി പങ്കെടുക്കും. സ്കൂൾ കലോത്സവ മാനുവൽ ഒറ്റ ഉത്തരവിലൂടെയാണ് മന്ത്രി വി ശിവൻകുട്ടി മാറ്റിയത്. സിയ ഫാത്തിമയെ കുറിച്ചറിഞ്ഞ മന്ത്രി വി ശിവൻകുട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അത് കലോത്സവ ചരിത്രത്തിലെ ആദ്യ സംഭവമായി. ഓരോ വിദ്യാർത്ഥിക്കും തുല്യ അവസരം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ കടമ നിറവേറ്റുക മാത്രമാണ് പിണറായി സർക്കാർ ചെയ്തത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. 63 കലോത്സവങ്ങൾ ഇല്ലാത്തൊരു കാര്യമാണ്. അവിടുത്തെ ജില്ലാ കളക്ടറുടെയും ആ കുട്ടിയുടെ അപേക്ഷയും അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. പടന്ന RVHSലെ വിദ്യാർത്ഥികൾ ഒറ്റ മനസ്സോടെ മൈതാനത്ത് അണിനിരന്ന് നന്ദിയെന്ന് കുറിച്ചു. വിദ്യാലയത്തിൽ നിന്ന് ഒരു വിനോദയാത്ര എല്ലാ കുട്ടികളുടെയും ഒരു സ്വപ്നമാണ്. നിങ്ങളും പോയിട്ടുണ്ടാകും വിനോദയാത്രയ്ക്ക്. അപ്പോൾ ക്ലാസ്സിലെ ഏതാനും കുട്ടികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. അതിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനും ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ. മാതാപിതാക്കൾക്ക് വിനോദയാത്രയ്ക്ക് ചെലവ് വഹിക്കാൻ കഴിയില്ല. അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മനോവേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അവരുടെ മനസ്സ് തൊട്ടറിഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പഠനയാത്രകൾ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഇതിന് വൻതോതിലുള്ള തുകയാണ് ചില സ്കൂളുകൾ നിശ്ചയിക്കുന്നത്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അവരിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു. അതിനാൽ പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം. രാഷ്ട്രീയ വിവാദമായതാണ് ജെൻഡർ യൂണിഫോം. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരേ യൂണിഫോം. കലിയിളകി ചിലർക്ക്. പക്ഷേ കുട്ടികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തു. ദേശീയ ചർച്ചയായ ജെൻഡർ യൂണിഫോം എന്ന ആശയം കേരളം ഒന്നാകെ നടപ്പാക്കി വരുന്നു. അത് മറ്റൊന്നിനുമല്ല, തുല്യരാണ് നമ്മളുടെ കുട്ടികളും എന്ന ആശയം പ്രചരിപ്പിക്കാനാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ യൂണിഫോം അത് ഒരു നിലയിലും ഒരു വിദ്യാലയങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള യൂണിഫോം കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നിങ്ങൾ ഇട്ടോളണം, ആ യൂണിഫോമാണ് ധരിക്കേണ്ടത് എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിനില്ല എന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമാക്കുകയാണ്. കേരളത്തിന്റെ ഭരണ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് 2016 മുതൽ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതീക്ഷയറ്റ ആ ഇരുണ്ട കാലത്തേക്ക് നമ്മൾ ഇനിയും തിരിച്ചു പോകണോ?